ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട കപ്പലിൽ നിന്നും കാണാതായ 3 ഇന്ത്യക്കാരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഡെക്ക് കേഡറ്റായ ആദിത്യ ശർമ്മ, എഞ്ചിൻ ഫിറ്റർ ശിവാനന്ദ് ചൗരസ്യ, ചീഫ് എഞ്ചിനീയർ പി സുരേഷ് എന്നിവരാണ് മരിച്ചത്. 3 പേരുടെയും മൃതദേഹം കണ്ടെടുത്തുവെന്നും ദാരുണമായ സംഭവമാണിതെന്നും തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ പ്രതികരിച്ചു. ഇതിനിടയിൽ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപത്ത് വീണ്ടും ചരക്കുകപ്പൽ ആക്രമിക്കപ്പെട്ടു. കപ്പലിൽ 20ഓളം ഇന്ത്യക്കാരുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസമാണ് ഒമാൻ തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ വാണിജ്യ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. പലാവു പതാകയുള്ള സെറ്റബെല്ലോ എന്ന കപ്പലിലേക്കാണ് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. കപ്പലിലുണ്ടായ 28 പേരിൽ 24 പേർ ഇന്ത്യൻ പൗരന്മാരായിരുന്നു. ഇതിൽ 21 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും 3 പേരെ കാണാതായി. തുടർന്ന് നടത്തിയ രക്ഷാദൌത്യത്തിലാണ് 3 മൃതദേഹം കണ്ടെടുത്തത്. ഡെക്ക് കേഡറ്റായ ആദിത്യ ശർമ്മ, എഞ്ചിൻ ഫിറ്റർ ശിവന്ത് ചൗരസ്യ, ചീഫ് എഞ്ചിനീയർ പി സുരേഷ് എന്നിവരാണ് മരിച്ചത്. ദാരുണ സംഭവമെന്നും 3 പേരുടെയും കുടുംബത്തിന് സഹായം ഉറപ്പാക്കുമെന്നും തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ പ്രതികരിച്ചു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നും രക്ഷപ്പെടുത്തിയ 21 പേരെയും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു. അതിനിടെ ഒമാൻ തീരത്ത് കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. ഷിനാസ് തുറമുഖത്തിന് സമീപമാണ് ചരക്കുകപ്പൽ വീണ്ടും അമേരിക്കൻ സൈന്യം ആക്രമിച്ചത്. MT ജാൽവീർ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് വിവരം. നിലവിലെ സാഹചര്യം സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. നിലവിൽ കപ്പലിലെ ക്രൂ അംഗങ്ങൾ സുരക്ഷിതരാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ ആഴ്ച ഒമാൻ മേഖലയിൽ നടക്കുന്ന 3ാമത്തെ ആക്രമണമാണിത്. അതേസമയം മുന്നറിയിപ്പുകൾ ലംഘിച്ചെത്തുന്ന കപ്പലുകളാണ് ആക്രമിച്ചതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.